കോഴിക്കോട് നിന്ന് ശരണ്യ കൂടി ചേരുകയാണ്. ശരണ്യ, എന്താണ് കോഴിക്കോട്ടെ വിവരങ്ങൾ? സ്ഥിതി, മഴ എങ്ങനെയുണ്ട്? ശരത്, നമുക്കറിയാം കോഴിക്കോട് കുറച്ച് ദിവസങ്ങളായി തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും റെഡ് അലേർട്ടാണ്. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളതിന് അവധി നൽകിയിട്ടുണ്ട്. ട്യൂഷൻ സെൻറ്റർ, മദ്രസ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് അധികൃതർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നമുക്ക് രാവിലെ മുതൽ തന്നെ ഇടവിട്ട ശക്തമായ മഴയാണ് രാവിലെ മുതൽ തന്നെയുള്ളത്. അത് മലയോര പ്രദേശത്തായാലും മറ്റ് പ്രദേശങ്ങളിലായാലും തന്നെ ഇടവിട്ട ശക്തമായ മഴയാണ് ഉണ്ടായത്. എന്നാൽ താമരശ്ശേരി മുക്കം ഭാഗങ്ങളിൽ രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ തോതിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രളയ സാധ്യത ഉള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴയുടെ പ്രദേശത്ത് താമസിക്കുന്നവരോട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രദേശങ്ങളിലുള്ള സ്ഥലത്ത് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇടവിട്ട് മാത്രമാണ് പെയ്യുന്നത് എന്നാണ് പറയാനുള്ളത്. ശരത്.